നമുക്കറിയാം വാട്സപ്പിൽ 1 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ നമുക്ക് സ്റ്റാറ്റസായി വെക്കാൻ സാധിക്കില്ല. ഇനി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സെക്കൻഡ് മാത്രമാണ് അതിൽ സ്റ്റോറി വെക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ കൈവശം സ്റ്റാറ്റസ് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വലിയ വീഡിയോകൾ ഉണ്ടാകും. ഇനി അതൊരു സിനിമയായാൽ പോലും നിങ്ങൾക്ക് മൊത്തമായിട്ട് സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ സ്പ്ലിറ്റർ ഫോർ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് ടോമിൻ എന്ന കമ്പനിയുടെ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ FTM ക്രിയേഷൻ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിലും ഇതേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഇമ്പോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉണ്ടാകുക. അതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇത്തരം ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായാലും പരസ്യം വരും. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ഒന്നുകിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഇത്തരം ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക, നിങ്ങൾക്ക് പരസ്യങ്ങൾ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ഇമ്പോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് വീഡിയോ ആണ് നിങ്ങൾ സ്റ്റാറ്റസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അത് എത്ര വലിയ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് മിനിഞ്ഞാന്ന് ചെയ്ത ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം 3.28 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം, 15 സെക്കൻഡ്, 30 സെക്കൻഡ്, 60 സെക്കൻഡ്. ഇതിൽ നിന്ന് ഞാൻ 60 സെക്കൻഡാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് 60 സെക്കൻഡിൻ്റെ 4 വീഡിയോ ആയിട്ടാണ് എനിക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഇവിടെ കോസ്റ്റം സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എത്ര സെക്കൻഡ് വേണമെന്ന്. ഓൾറെഡി അത് 104 സെക്കൻഡിലാണ് ഉണ്ടാകുക. അത് നിങ്ങൾ മാറ്റിയിട്ട് 60 59 സെക്കൻഡ് ആക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം വാട്സപ്പിൽ നമുക്കറിയാം 1 മിനിറ്റ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്താൽ അവസാനത്തെ ഭാഗം മിസ്സാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാനുവലായിട്ട് 59 സെക്കൻഡ് സെലക്ട് ചെയ്യാം. കാരണം ഇത് 3.28 അതായത് 4 മിനിറ്റ് ഇല്ല. അപ്പോൾ 59 സെക്കൻഡിൻ്റെ ആയാലും 4 കഷ്ണമായിട്ട് തന്നെ കിട്ടാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് മാനുവലായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ വാട്സപ്പിൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാനുവലായിട്ട് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏത് ക്വാളിറ്റിയിലുള്ളതാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാൻ. ഞാൻ 1080 മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത് 100% ആകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചിട്ട് സമയമെടുക്കുന്നതാണ്. 100% ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വ്യൂ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ വീഡിയോ 4 ഭാഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഭാഗങ്ങളാണ് വന്നിട്ടുള്ളത് അത് മൊത്തത്തിൽ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഷെയർ ഓൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. എല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങളുടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക. ഇനി ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് മൈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ ബട്ടൺ വന്നിട്ടുണ്ടാവും ഗ്രീൻ. ആ ഗ്രീൻ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇത് 4 പാർട്ടായിട്ട് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ 4 ഇങ്ങനെ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് എത്ര MB കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ഇനി ജസ്റ്റ് ഇവിടെയുള്ള ഇനി സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത്രയേ വേണ്ടൂ. ഇനി ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. ഇനി ഏതൊരാൾ പ്ലേ ചെയ്യുമ്പോഴും നെക്സ്റ്റ് സ്റ്റാറ്റസ് ആയിട്ട് ആ വീഡിയോ മുഴുവനായിട്ട് പ്ലേ ആകുന്നതാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോ വേണമെങ്കിലും സ്റ്റാറ്റസായി വെക്കേണ്ട നല്ലൊരു ഓപ്ഷനാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും ഗുഡ് ബൈ.